എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പുറത്തൊരു 3 days ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വ്ളോഗ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമ്മളിത് സ്കാൻഡ്രഡ് റീജിയണൽ പാർക്കിലേക്കാണ് പോകുന്നത് കേട്ടോ. അത് വാക്ക്വേർത്തിനടുത്താണ്, ന്യൂസിലാൻഡിലെ വാക്ക്വേർത്തിനടുത്ത് നോർത്ത് ഈസ്റ്റ് ടിപ്പിലാണത്. അതിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്കാൻഡ്രഡ് റീജിയണൽ പാർക്ക് ഉള്ളത്. ഒരു നല്ല ഫാമിംഗ് ഏരിയ ആണ് അത്. ഷീപ്സ്, റാബിറ്റ്സ്, ഡക്സ് ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇതാണ് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഫുള്ള് നല്ല സീ വ്യൂസ് ആണ്. അത് ചുറ്റും സീ ആണ്. നല്ലൊരു 3 days ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ ഈ ഒരു സ്ഥലത്ത് നിന്ന്. നമ്മൾ 3 ഹോളിഡേ ഹോംസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ സ്കാൻഡ്രഡ് റീജിയണൽ പാർക്കിലേക്കുള്ള എൻട്രി. അപ്പോൾ ഇത് ഗേറ്റിനൊരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ അത് ഓപ്പൺ ആയി വരുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പം ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പം ഇതാണ് അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു ഹോളിഡേ ഹോംസ് എന്ന് പറയുന്നത്, ബീച്ച് ഹോളിഡേ ഹോംസ്. ഇവിടെയല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മളെല്ലാവരും കൂടെ കൂടുന്നത് ഈ വീട്ടിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള 3 വീട്. അപ്പോൾ ഇതിനെ നമ്മൾ കോൾഡാം ബാക്ക് എന്ന് പറയും. ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് ഹോളിഡേ ഹോംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഹോം. പിന്നെയുള്ളത് പറഞ്ഞാൽ ഇത് ഗ്രഹാം ബാക്ക്. ഇവിടെയാണ് നമ്മളെല്ലാവരും എപ്പോഴും കൂടുന്നത്. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു വീടും കൂടിയുണ്ട് അപ്പുറം. അത് മൂൺലൈറ്റ് ബാക്ക്. ഇങ്ങനെ 3 വീടുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 6-7 ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒതുങ്ങാനുള്ള സെറ്റപ്പ് ഈ 3 ഹോളിഡേ ഹോംസിലുണ്ട്. അപ്പം നമ്മൾ ആ വീട്ടിൽ നിന്ന് മുന്നിലിരിക്കുമ്പോഴുള്ള വ്യൂ ആണിപ്പോൾ കണ്ടത്. കുട്ടികളൊക്കെ ഉള്ളത് തന്നെ അവരെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മൾ ഉത്രാടത്തിനാണ് അവിടെ എത്തിയത് കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടത് ഫ്രോസൺ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു, വരിക്കച്ചക്ക. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫ്രോസൺ ചക്ക. ഇതൊരു ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ പോയന്ന് രാത്രി ഉണ്ടാക്കാൻ വേണ്ടി കപ്പ വെള്ളത്തിലിട്ടു, കപ്പ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട്. പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇതിപ്പം ചായക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും കുറേശ്ശെയായിട്ട് എല്ലാവരും തന്നെ എത്തി തുടങ്ങി. കുളിക്കാനും ഒക്കെ ആയിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. കൊച്ചുകുട്ടി 40 ദിവസമേ ആയിട്ടുള്ളൂ. ഇവരൊക്കെ ടോയ്സൊക്കെ കൊണ്ടുള്ള പരിപാടികളൊക്കെയാണ് പിള്ളേരൊക്കെ. അവർക്കൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. കുറേ കാലം കൂടിയാണ് ഞങ്ങളിങ്ങനെ ഒത്തുകൂടുന്നത്. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മുടെ തിരുവോണ ദിവസം രാവിലെ നമ്മൾ പൂക്കളിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരുപാട് പൂക്കളുണ്ട്, നമുക്ക് ചുറ്റുവട്ടത്തിന് ഒരുപാട് പൂക്കൾ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പൂക്കൾ പറിക്കാൻ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. കാരണം പൂക്കൾ പറിക്കാനും പൂക്കളിടാനും പിള്ളേരും എല്ലാവരും കൂടെ ആയതുകൊണ്ട് നല്ലൊരു രസമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പൂക്കളൊക്കെ പറിച്ച് പൂക്കളിടാൻ പോവാണ്. അങ്ങനെ പൂക്കളത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഒരു ഭാഗത്ത് നിന്ന് നമ്മളെ സദ്യയുടെ വട്ടങ്ങൾ നടക്കുന്നു. പിള്ളേരൊക്കെ ഒരുങ്ങി ഫോട്ടോഷൂട്ടിനൊക്കെ തയ്യാറായി ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും എല്ലാവരും തന്നെ ഏകദേശം ഒരു ഉച്ചയാകുമ്പം പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. നമ്മൾ മംഗമാരൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇത്രയും ഫാമിലീസ് ആയിരുന്നു നമ്മളന്ന് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫ്രണ്ട്സ്. സദ്യയൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി. പിള്ളേരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പം നല്ല ഒരു ഓണമായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം.